സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല. നിലമ്പൂരിൻ്റെ ഗർജിക്കുന്ന സിംഹം PV അൻവർ സർവ്വസന്നാഹങ്ങളുമായി പിണറായി വിജയനെതിരെ പോരാടുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയിലാണ് കേരള ജനത. 20 വർഷം തുടർച്ചയായി പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ തിരുവാക്ക് എതിർവായില്ലാതെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി വളർന്നിരുന്നു. സാക്ഷാൽ VS അച്യുതാനന്ദൻ പോലും പിണറായി വിജയനോട് ഒരല്പം മയപ്പെടുത്തി സംസാരിക്കാറുള്ളൂ. എന്നാൽ ഇന്ന് അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാണ് PV അൻവർ പിണറായി വിജയനെതിരെ അസ്ത്രങ്ങൾ തൊടുത്തത്. പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ്. മകന് വേണ്ടും മകൾക്ക് വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത്. മറ്റുള്ളവരുടെ ഒരു വാക്കും ചെവി കൊടുക്കുന്നില്ല. ADGPയും റിയാസും അജിത് കുമാറും മാത്രം പറയുന്ന വാക്കുകൾ കേൾക്കുന്നു. ശശിക്ക് അമിത പ്രാധാന്യം നൽകുന്നു. CM എന്ന വെളിച്ചം കെട്ടു. ജനങ്ങൾക്ക് CMനോട് വെറുപ്പാണ്. ഒരുപക്ഷെ നിങ്ങളായിരിക്കും കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇങ്ങനെ നിരവധി അസ്ത്രങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെ തൊടുത്തത്. ഒരു വേള പത്രക്കാരും കേരള ജനതയും നിശബ്ദമായി നോക്കി നിന്നു. കാരണം ഇതുവരെ ആരും ധൈര്യപ്പെടാത്തതാണ് പിണറായി വിജയനെതിരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ. ഞാനൊരു വെടിയുണ്ടയും ഭയപ്പെടുത്തുന്നില്ല. എന്നാൽ തന്നെ അപമാനിച്ച് കൊല്ലാനാണ് ശ്രമമെങ്കിൽ ഞാൻ തിരിച്ചടിക്കും. ഇപ്പോൾ തിരിച്ചടിച്ച് തുടങ്ങിയിട്ടേയുള്ളൂ. PV അൻവർ വെല്ലുവിളിച്ചു പിണറായി വിജയനെ. പ്രതിപക്ഷവും BJP നേതാക്കളടക്കം ഒരേ സമയം ഞെട്ടിയ നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. എന്താണ് സംഭവിക്കുന്നത് ഒരു ഐഡിയയുമില്ല. ഇനി എന്ത് സംഭവിക്കും? എന്താണ് പിണറായി വിജയൻ്റെയും PV അൻവറിൻ്റെയും ഭാവി? കാത്തിരുന്ന് കാണാം.